വെറും വിനോദമാണ്, സമയത്തിൻ്റെ മനസ്സാക്ഷിയുടെ ശബ്ദമാണ്. ഇന്ന് ഞങ്ങൾ അവതരിപ്പിക്കുന്നത് മാനസിക വെല്ലുവിളികൾ നേരിടുന്ന അനേകം ജീവിതങ്ങളുടെ നിശബ്ദ വെല്ലുവിളികളാണ്. സ്നേഹവും കരുതലും അറിയിക്കുന്നവരെയും അവഗണനയുടെയും ഒറ്റപ്പെടുത്തലിൻ്റെയും ചങ്ങലകളിൽ തളയ്ക്കുന്ന സമൂഹത്തോട് ഈ നൃത്തം ഒരു ചോദ്യമാണ്. അവരെ കരുണയോടെയല്ല, മനുഷ്യരായി കാണാൻ നമുക്ക് എപ്പോഴാണ് കഴിയുക? ഈ ചോദ്യവുമായി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഞങ്ങളുടെ ഇവന്മാർക്കണ്ട സന്തോഷവുമില്ല, സങ്കടവുമില്ല. ഈ ലോകത്തെന്താ സംഭവിക്കുന്നത് പോലും ഇവന്മാർക്കറിയില്ല. ഇവന്മാരുടെ ഒരു ടൈം അല്ലേ? നീ അവരെ കണ്ട സിനിമ പിടിക്കാൻ നടന്ന അവസാനം അങ്ങ് ഭ്രാന്തായി. ഇവനാണെങ്കിൽ പഠിച്ചത് ഈ നിലയിലായി. പിന്നെ ഇവൻ പാട്ട് പാടിക്കൊണ്ടിരുന്നപ്പോ ഷോക്ക് അടിച്ചങ്ങ് വട്ടായി. ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ കഥകളാ. ബാക്കിയുള്ളവർക്ക് ജോലി ഉണ്ടാക്കാനായിട്ട്. ഇവന്മാരെവിടെ ഇരിക്കട്ടെ, നമുക്ക് പോയി കുറച്ചേരം ഉറങ്ങിയേച്ചും വരാം. നെഞ്ചമെല്ലാം വണ്ണം പല വണ്ണം ആകുതേ, കൺകളെല്ലാം ഇമ്പം കൂടി കണ്ണീരാകുതേ. ആയിരം കോടി മുறை நான் தினம் இறந்தேன், நான் என்னை உயிர்த்தேன் பிரிவில் மாய நதி ആരാണോ ബഹളം വെക്കുന്നത്? നിന്നോടൊക്കെ പറഞ്ഞിട്ടില്ല ഇവിടെ കിടന്ന് ബഹളം വെക്കരുതെന്ന്. ഇവന്മാർക്കൊക്കെ പറഞ്ഞാലും മനസ്സിലാവില്ലല്ലോ. ഭ്രാന്തന്മാര്. എന്തുവാടാ നിന്റെ കയ്യിലിരിക്കുന്നത്? ആരുടെ ഫോട്ടോ കിടാത്? ഇങ്ങടാ നോക്കട്ടെ. നിന്നോട് പറഞ്ഞിട്ടേ ഇവനെയൊക്കെ ഷോക്ക് അടിപ്പിച്ചാലേ ശരിയാവത്തുള്ളൂ.
ഇത് ഒരവസ്ഥയാണ്. കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുമ്പോൾ മനസ്സിലുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയാണ് ഭ്രാന്ത്. ചങ്ങലകളെല്ലാം ചേർത്ത് പിടിക്കുന്ന കരങ്ങളാണ് അവർ ആഗ്രഹിക്കുന്നത്. മനുഷ്യരായി അവരെ കാണാൻ നമുക്ക് ഇന്നെങ്കിലും പഠിക്കാം.